ഹീറോയിൻ പറയാൻ പറ്റത് ജങ്കുക്ക് പറയുന്നു ഞാനവളെ ലവ് ചെയ്യുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് ഷാക്ക്. എന്ത് ലവ് വീ പറയുന്നു മണ്ടിക്കിട്ട് ജങ്കുക്ക് എന്ന് തല്ലിയത് എന്നിട്ടാണ് ലവ് ചെയ്യുന്നത്. ശരി ജങ്കുക്കും ഇങ്ങനെ സാഡായിട്ട് പറയുന്നത് ജങ്കുക്ക്. അപ്പം ജങ്കുക്ക് അമ്മ പറയാൻ തുടങ്ങി ഇവനിക്ക് മാരേജ് ചെയ്യിപ്പിക്കുക എന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ശരി ഓക്കെ ഹീറോയിൻ്റെ അമ്മയെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ പ്രശ്നമാണ്. അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിക്കും മാരേജായി. ജങ്കുക്കും മാരേജായി. ജങ്കുക്കിനെ മുറിക്കാൻ തുടങ്ങി. അയ്യോ ഒന്നില്ല ഹീറോയിൻ അനിയത്തി മുറിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേർക്കും മാരേജായി. ജങ്കുക്കും പഠിച്ചു കഴിഞ്ഞ് ജങ്കുക്ക് ബിസിനസ് നോക്കുകയാണ്. ബിസിനസ് കമ്പനി നോക്കുമായിരുന്നു ജങ്കുക്ക്. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. എന്ത് പറ്റി അമ്മു ചേച്ചി ഈ ജങ്കുക്ക് വരെ ആ സാധനമല്ല ഫോൺ ഭയങ്കര ഫോണിൽ സംസാരിക്കില്ല. ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല ചേച്ചി വിഷമിക്കാനേ ബിസി ആയിട്ടിരിക്കൂടി. ശരി ചേച്ചി അങ്ങനെയായിട്ട് പറയുന്നു. അങ്ങനെ ജാക്സൺ വന്നു. എന്നിടാ അർജുൻ നീ വന്നിട്ട് റോസ് നിങ്ങളെന്താ 3 പേര് ഒരുമാതിരിയുള്ള 3 പേര് എന്തടി ഒരുപാട് കരഞ്ഞാൽ മതിയുണ്ട് ഒരുപാട് സാഡായിട്ടുണ്ട് പറയടാ നിങ്ങൾക്ക് എന്ത് പറ്റി? ഞങ്ങൾക്ക് മാരേജ് കത്ത് എന്നാ വെച്ചോ. എന്ത് മാരേജ് കത്താ? ആരൊക്കെ മാരേജ്? ഞങ്ങൾക്ക് 3 പേർക്കാ? എങ്ങനെ മാരേജാ? ഞങ്ങളെ പാസ്റ്റ് ബാക്ക് കേട്ടോ അർജുൻ തുടങ്ങി. ഫസ്റ്റ് എൻ്റെ പാസ്റ്റ് ബാക്ക് ഒന്ന് കേക്ക് അർജുൻ പാസ്റ്റ് ബാക്ക് വെക്കാം. അർജുൻ ഒരു ഡോക്ടറാണ്. ഹലോ ഓക്കെ ശരി ഞാൻ ഇപ്പോൾ വരാം. അർജുൻ ഇറങ്ങി പുറത്ത് വന്നു. എന്ത് പറ്റി? സാർ ഒരു എമർജൻസിയാ. എന്ത് പറ്റി? സാർ ഒരു ബിസിനസ് മാൻ്റെ മകൾക്ക് ഒരു ആക്സിഡൻ്റായി. അല്ല ചെറിയൊരു പ്രശ്നമായി. അതെ നിങ്ങൾ വന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? ശരി ഓക്കെ. അർജുനകത്ത് വന്നു. എന്ത് പറ്റി? ശരി ഓക്കെ. അങ്ങനെ മരുന്ന് കുറച്ച് അടി പറ്റി. ഇതിക്കെന്തിനാ ഇത്ര സീരിയസ്? അങ്ങനെയായിട്ട് ആ കുട്ടി അർജുനെ നോക്കി സൈറ്റ് അടിക്കുക ജൊല്ല് വിട്ടാൽ തുടങ്ങി. അർജുനക്ക് ഒന്നും അറിയില്ലായിരുന്നു. ശരി ഓക്കെ ഇങ്ങനെയെല്ലാം കോണം ചെയ്ത് ഡേയിൽ വന്ന് അർജുനോ ടോർച്ചർ ചെയ്തു. ലവ് ടോർച്ചർ ആകുന്നത് അർജുൻ പറഞ്ഞേക്കെ എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ അർജുൻ പോയി. അങ്ങനെയായിട്ട് ആ ബിസിനസ് മാനക്ക് അർജുനോട് കുറേ ഗേൾസ് എല്ലാം വന്ന് സംസാരിക്കും. ഇത് കണ്ട് തലക്ക് കയറി. ശരി ഇവന് ഫോളോ ചെയ്ത് അർജുൻ വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. ബിസിനസ് മാൻ്റെ അച്ഛനോട് വാശി വിട്ടു ആ കുട്ടി. അങ്ങനെയായിട്ട് മാരേജ് എൻഗേജ്മെൻറ്റ് അർജുൻ ചെയ്തു. അർജുനക്ക് ടെൻഷനായി. ശരി ഓക്കെ അച്ഛന് മിരട്ടായിരുന്നു ഞാൻ കല്യാണാഴ്ചയുടെ പ്രശ്നമാവും. ശരി ഓക്കെ അർജുന് ഇതാണ് എൻ്റെ പാഷ് ബാക്ക്. എന്നെ തുറത്തി ലവ് ചോർച്ച ചെയ്യുന്നു. അപ്പോൾ റോസ് നിൻ്റെ പാഷ് ബാക്ക് പോടി ഇവന് മോശമില്ലടി എൻ്റെ പാഷ് ബാക്കാ. ഞാനൊരു എന്തടി എന്നെ പറഞ്ഞിട്ട് ഇവനൊരു ഡോക്ടർ ചെല്ല. ഞാൻ കർമ്മ പിടിച്ച് ക്യാമറ പിടിച്ച് നടന്നിട്ട് ഞാനൊരു ക്യാമറ ഷൂട്ടിങ് ചെയ്യാൻ പോയതാ മച്ചി. അത് മാത്രടി ഞാൻ ക്യാമറ ഫോട്ടോസ് എനിക്ക് എടുക്കുന്ന ഇഷ്ടമല്ലടി. അതെടി ഇപ്പം എന്ത് പറ്റി? ഏതോരോ ചെക്കനടി അവനിക്ക് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയിടി. അവന് ഒരു ആക്ടർ തന്നെ മൂവി ആക്ടറടി ഫേമസ് ആക്ടർ. എനിക്ക് അവനെ പിടിക്കുമല്ലേ? അവൻ്റെ ഡ്രാമ മൂവിയെല്ലാം പിടിക്കൂടി. അവനെന്തിനാണ് എന്നെ പറയുക? എനിക്ക് വന്ന് പ്രൊപ്പോസ് ചെയ്യും മച്ചി. ഞാൻ ഒരിക്കൽ പോയായിരുന്നടി. ഞാനൊരിക്കൽ ട്രിപ്പ് പോയതടി അമ്മേൻ്റെ കൂടെ. അപ്പോഴാണ് അവിടെ ബീച്ച് ഹൗസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടുടി. ഡയറക്റ്റ് പ്രൊപ്പോസ് ചെയ്തു. എൻ്റെ അമ്മ അച്ഛൻ്റെ കൂടെ മാരേജ്. ആളെ പേരാരാ? ജിന്നടി. ജിന്ന ഓഹോ ഓൾഡ് ഹാൻസമാണ്. പോടി അതിന് കരഞ്ഞു. ജാക്സൺ നിൻ്റെ കാര്യം എന്ത്? എൻ്റെ കാര്യം ജാക്സൺ പറയാൻ തുടങ്ങി. എല്ലാവർക്കും ഇതൊരു കഷ്ണം. എന്നെ നിലമ പറഞ്ഞൊരു ഒരു കാര്യമില്ല. എന്ത് പറ്റിയിട്ടാ ജാക്സൺ? ഞാൻ ട്രിപ്പ് പോയിട്ട് വരാമെന്ന് എൻജോയ് ചെയ്യാൻ പോയതാ. എന്തിടാ ഞാൻ ചെയ്യാം? ഭയങ്കര ക്യൂട്ടായിട്ടൊരു ഗേള്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാണാൻ നല്ല സുന്ദരിയായിരുന്നു പെണ്ണ്. ഞാൻ ആ പെണ്ണിനെ രക്ഷിച്ച്. കുറച്ച് ബോയ്സ് വന്ന കുട്ടീനെ ടോർച്ചർ ചെയ്തായിരുന്നു. ഏതോ ഒരു ബിസിനസ് മാൻ്റെ മകളായിരുന്നു. ഭയങ്കര ഫേമസ്. പിന്നെ അവൾ ഒരു ആക്ടറുമാണ്. ഫേമസ് ബിസിനസ് മാൻ്റെ മകളാണ്. നമ്പർ 1 ബിസിനസ് മാൻ്റെ മകളാണ്. അതുമാത്രമല്ല അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടി ഡയറക്ടർ പ്രൊപ്പോസ് ചെയ്തു. അതുമാത്രമല്ലടി ഞാനും മാരേജ് കഴിക്കാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അവൾ എന്നെ ടോർച്ച് ലവ് ചെയ്തു. ഞാനൊരു കോളേജ് പ്രൊഫസറായി പോയി. പ്രൊഫസറായിട്ട് എന്താ ചെയ്യുക? ജോബ് പോയാൽ അവൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസാണ്ടാ.
എന്ത് ചെയ്യാൻ, ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ലവ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അവൾ പറഞ്ഞ് മനസ്സിലായില്ല. ഞാൻ ഇത് ക്ലാസ് പഠിപ്പിക്കുന്നത്, അതേ ക്ലാസ് പഠിക്കുന്നു വന്നെന്നെ ടോർച്ചർ പ്രൊഫസർ ലവ് യു പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യുക. അവിടുന്ന് ഓടിപ്പോയല്ല. അച്ഛനമ്മേനെ ഒരു പെണ്ണും കെട്ടി. അവളിവിടെ മാരേജ് ചെയ്യാതെ പ്ലാൻ ചെയ്തു, വേണ്ടായിട്ട് പോയിരുന്നു. അതുകൊണ്ട് ഇവൾ വന്ന് അവിടെ എല്ലാം ഒക്കെ ചെയ്ത് വെച്ച് നടന്ന കാര്യം പറയാൻ തുടങ്ങി. ശരിടാ വിഷമിക്കണ്ടടാ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഡേയ്സ് പോകുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും മാരേജായി. ഇപ്പം ആനായിട്ട് ഇപ്പോൾ എല്ലാവരും ഹാപ്പിയും സന്തോഷത്തിലിരിക്കാൻ തുടങ്ങിയത്. ഹീറോയി പറയാൻ തുടങ്ങി, നമുക്കെല്ലാവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനും മീറ്റ് ചെയ്തു. എല്ലാവരും സന്തോഷത്തിൽ പറയാൻ തുടങ്ങി. ഞങ്ങൾ ഇത്ര ബിസിനസ് മാൻ ചെയ്ത് ഹാപ്പി എൻഡിങ്.